ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നും ജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. മണ്ഡലത്തിൽ സമഗ്രാധിപത്യം പുലർത്തി UDF, LDF വോട്ടുകളിൽ ഇടിവ്. നിർണായക സ്വാധീനമായി PV അൻവർ. സർക്കാരിനെതിരായ ജനവിധിയാണിതെന്ന് കോൺഗ്രസ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം തള്ളി CPIM. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനായെന്ന് BJP. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാളെ ജന്മനാട്ടിലെത്തിക്കും. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന് ഇന്നും അയവില്ല. ടെഹ്റാനിലെ നിർണായക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സേന. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. 11,077 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ വിജയം. ആര്യാടൻ ഷൌക്കത്ത് 77,700-ലധികം വോട്ടുകളും LDF സ്ഥാനാർത്ഥി M സ്വരാജ് 66,600-ലേറെ വോട്ടുകളും സ്വന്തമാക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 19,700-ലധികം വോട്ടുകളും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 8,600-ലേറെ വോട്ടുകളുമാണ് നേടിയത്. വോട്ടെണ്ണലിന്റെ ആദ്യ റൌണ്ട് മുതൽ തന്നെ UDF വ്യക്തമായ മേൽക്കൈ നിലനിർത്തിയിരുന്നു. കരുളായി ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ഭൂരിപക്ഷം നേടാൻ ആര്യാടൻ ഷൌക്കത്തിന് സാധിച്ചു. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയ്ക്ക് പുറമെ അമരമ്പലം, പോത്തുകല്ല് തുടങ്ങിയ ഇടതു കോട്ടകൾ കീഴടക്കിയാണ് UDFന്റെ മുന്നേറ്റം. 2021-ലെ 81,000 വോട്ടുകളിൽ നിന്ന് 15,000-ഓളം വോട്ടുകൾക്ക് LDF പിന്നോട്ടു പോയപ്പോൾ 1,000-നടുത്ത് വോട്ടുകളുടെ കുറവ് മാത്രമാണ് UDFനുണ്ടായത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിനും മണ്ഡലത്തിലെ തന്റെ സ്വാധീനം തെളിയിക്കാൻ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സാധിച്ചു. NDAയ്ക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ ഇക്കുറിയും അതേപടി നിലനിർത്താനായി. നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDFും LDFും ബലാബലമായിരുന്നെങ്കിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF നേടിയത് തീർത്തും ആധികാരികമായ വിജയം. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എതിരാളികൾക്ക് ഒരവസരവും നൽകാതെയായിരുന്നു ആര്യാടൻ ഷൌക്കത്തിന്റെ മുന്നേറ്റം. 7 ഗ്രാമപഞ്ചായത്തുകളിൽ നേരിയ മാർജിനിൽ കരുളായി മാത്രമാണ് UDF പിന്നിലായത്. 2021 നേടിയ വോട്ടിൽ നിന്ന് വലിയ ചോർച്ചയാണ് LDFന് സംഭവിച്ചത്. UDFനാകട്ടെ 2021 അപേക്ഷിച്ച് ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിലും 2011-16 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച വോട്ടാണ് ലഭിച്ചത്. സ്വന്തം സ്ഥാനത്ത് PV അൻവറിന്റെ സാന്നിധ്യം LDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. തങ്ങളുടെ കോട്ടകളിലടക്കം LDF പിന്നിൽ പോയപ്പോൾ അവിടെയെല്ലാം PV അൻവർ നേടിയ വോട്ടുകൾ വളരെ നിർണായകമായി. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിൽ ചെറിയൊരു വർധന ഉണ്ടാക്കിയെങ്കിലും NDAയുടെ പ്രകടനവും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയോര മണ്ണിൽ വീണ്ടും വേരുറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് UDF പ്രവർത്തകരും നേതാക്കളും. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ജനരോഷവും കഴിഞ്ഞ 9 വർഷങ്ങളായി നിലമ്പൂർ നേരിടുന്ന അവഗണനയോടുള്ള പ്രതിഷേധവുമാണ് ജനവിധി പ്രതിഫലിപ്പിക്കുന്നതെന്ന് ആര്യാടൻ ഷൌക്കത്ത് പ്രതികരിച്ചു. പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ നിലമ്പൂരിൽ വിജയത്തിലെത്താൻ സാധിച്ചതായും UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നതാണ് ഇതിന്റെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും, ഞാൻ കേട്ടത് കരുളായി മാത്രം 200 വോട്ടിന്റെ പിറകിൽ പോയി. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യാൻ പറ്റി. വികസന വിഷയങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് LDF ശ്രമിച്ചതെന്നും ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കരുതുന്നില്ലെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. പൊതുപ്രവർത്തനം തുടരാൻ MLA സ്ഥാനമോ മന്ത്രിപദവിയോ ആവശ്യമില്ലെന്നും UDFനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകുമെന്നും PV അൻവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് വ്യക്തിപരമായ വിരോധമില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ വ്യക്തമാക്കി. LDF വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ താൻ പിടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ UDF ഉൾപ്പെടുത്താൻ തയ്യാറായാൽ UDFുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് പ്രകടന പത്രികയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും. അങ്ങനെ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ 103 കർഷക സംഘടനകളെയും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒപ്പം നിർത്തിക്കൊണ്ട് 30 സീറ്റിലേക്ക് ഈ പറയുന്ന പിണറായിസത്തെ എത്തിക്കാൻ കേരളത്തിൽ നിന്ന് സാധിക്കും.
നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ടീം UDFന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ പ്രതികരിച്ചു. പാർട്ടിയുടെ രാഷ്ട്രീയ വോട്ട് ചോർന്നിട്ടില്ലെന്നും LDFന് വലിയ രീതിയിൽ വോട്ട് നഷ്ടമായതായും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനെതിരായ ജനവിധിയാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. PV അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് യഥാർത്ഥത്തിൽ ടീം UDFന്റെ വിജയമാണ്. യാതൊരുവിധ അപസ്വരങ്ങളും ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. PV അൻവറിന് മുന്നിൽ UDF വാതിൽ അടച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്ന ആരോപണം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച ശേഷം ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടാണെന്നും ശ്രീ MV ഗോവിന്ദൻ ആരോപിച്ചു. ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ വല്ല തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. BJPക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്താനായെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചത് BJPക്ക് മാത്രമാണെന്നും വികസിത കേരളം എന്ന ആശയവും കോൺഗ്രസിന്റെയും CPMന്റെയും പ്രീണന രാഷ്ട്രീയം തുറന്നുകാട്ടാൻ കഴിഞ്ഞതുമാണ് നല്ല പ്രകടനത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ വിജയമായി കണക്കാക്കാനാകില്ലെന്നും LDFന്റെയും UDFന്റെയും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതായും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പ്രതികരിച്ചു. NDAയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFനും UDFനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടിന്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടായ സമയത്ത് വോട്ടിന്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുമാണ്. നിലമ്പൂരുകാരുടെ സ്വന്തം ബാപ്പുട്ടിയായാണ് ആര്യാടൻ ഷൌക്കത്ത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. 3 പതിറ്റാണ്ടിലധികം നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച മുൻ മന്ത്രിയും മലബാറിലെ കോൺഗ്രസ് അധികായനുമായ ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനാണ് ആര്യാടൻ ഷൌക്കത്ത്. ഒരു റിപ്പോർട്ട്. വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായ ആര്യാടൻ ഷൌക്കത്ത് KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒട്ടേറെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. 2005 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയത്തോടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അരങ്ങേറ്റം. ആദ്യ ടേമിൽ തന്നെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയപ്പോൾ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തും ഷൌക്കത്ത് എത്തി. ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചെങ്കിലും LDF സ്വതന്ത്രൻ PV അൻവറിനോട് പരാജയപ്പെട്ടു. 9 വർഷങ്ങൾക്കിപ്പുറം LDFനെയും PV അൻവറിനെയും പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് ഷൌക്കത്ത് കടന്നുവരുമ്പോൾ നിലമ്പൂരിനത് രാഷ്ട്രീയ തുടർച്ചയുടെ പുത്തൻ ഏടാണ്. രാഷ്ട്രീയത്തോടൊപ്പം കലാ സാംസ്കാരിക മേഖലകളിലും സജീവമാണ് ആര്യാടൻ ഷൌക്കത്ത്. വിവിധ സാമൂഹിക വിഷയങ്ങളെ അധികരിച്ച് ശ്രദ്ധേയമായ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റു 3 സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ കടി മണ്ഡലത്തിൽ BJPയുടെ രാജേന്ദ്രകുമാറും വിസാവ്ദറിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഇറ്റാലിയ ഗോപാലും വിജയിച്ചു. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജീവ് അറോറയും പശ്ചിമബംഗാളിലെ കാളിഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആലിഫ അഹമ്മദുമാണ് വിജയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ 1925 മാർച്ച് 12 ശിവഗിരിയിലായിരുന്നു ഈ ഐതിഹാസിക കൂടിക്കാഴ്ച നടന്നത്. 2 ചരിത്ര പുരുഷന്മാർക്കിടയിൽ നടന്ന പ്രചോദനാത്മകമായ സംവാദത്തെ അനുസ്മരിക്കാനും സാമൂഹിക നീതി, ഐക്യം തുടങ്ങിയ ആദർശങ്ങളെ ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടാണ് ആഘോഷങ്ങൾ.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി നാളെ രാവിലെ 7 മണിയോടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് റോഡ് മാർഗം ജന്മനാടായ പുല്ലാട്ടെത്തിച്ച ശേഷം ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 4 മണിയോടെ വീട്ടുവളപ്പിൽ നടക്കും. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതം ഉണ്ടായതായാണ് സൂചന. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പുതുതായി ആരംഭിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി UPSൽ ചേരുന്നതിനുള്ള സമയപരിധി 3 മാസം കൂടി ദീർഘിപ്പിച്ചു. സമയപരിധി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയരൂപീകരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2-3 തീയതികളിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ മേഖലയിൽ നിന്നുള്ള ദേശീയ അന്താരാഷ്ട്ര വിദഗ്ധർ ഇതിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് സിനിമാ നയത്തിന്റെ കരട് രൂപം 1 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠ അടുത്ത മാസം 13-ന് നടക്കും. പകൽ 11-നും 12-നും മധ്യേയുള്ള കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ്. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത്. 11-ന് വൈകുന്നേരം നട തുറക്കും. ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി നാളെ. 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധനയും നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത്. സതീദേവിയുടെ വിരഹദുഃഖത്താൽ കഴിയുന്ന പരമേശ്വരനെ ഗാഢമായി ആലിംഗനം ചെയ്ത് മനം കുളിർപ്പിക്കുന്ന ചടങ്ങായാണ് ആലിംഗന പുഷ്പാഞ്ജലിയെ വിവക്ഷിക്കപ്പെടുന്നത്. നാളെ ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിലെത്തുന്ന കുറുമാത്തൂർ ഇല്ലത്ത് നമ്പൂതിരിപ്പാടിനെ ഉഷക്കാമ്പ്രം നമ്പൂതിരിപ്പാട് സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ തിരുവാതിര ചതുശതം, പുണർദം ചതുശതം, ആയില്യം ചതുശതം എന്നിവയും നടക്കും. ഈ മാസം 30-ന് മകം കലംവരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. ജൂലൈ 4-ന് തൃക്കലശാട്ടത്തോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കും. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിലാണ് 4ാം ദിവസമായ ഇന്ന് ഇന്ത്യ കളി പുനരാരംഭിച്ചത്. 1ാം ഇന്നിംഗ്സിൽ 6 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. ഇറാൻ-ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം ഉൾപ്പെടെ ടെഹ്റാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സേന ആക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കേറ്റ്സ് അറിയിച്ചു. കെർമൻഷാ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തി. വിവിധ ഇസ്രയേൽ നഗരങ്ങളിൽ ഇറാനും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇന്നലെയുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചിരുന്നു. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതിയെ സാരമായി ബാധിക്കുന്ന ഈ തീരുമാനം ആഗോള വിപണിയിൽ ഇന്ധനവില ഉയരാൻ ഇടയാക്കും. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് തടയാനായി നാവിക ആക്രമണത്തിന് അമേരിക്ക തയ്യാറാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സംഘർഷ സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് മോസ്കോയിലെത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണവിലയിൽ വൻ വർധന. 5 മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ബ്രന്റ് ക്രൂഡിന്റെ വില 2% വർദ്ധിച്ച് ബാരലിന് $79 അധികമായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 511 പോയിന്റ് താഴ്ന്ന് 81,897-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 24,972-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 40 രൂപ താഴ്ന്ന് 73,840 രൂപയും ഗ്രാമിന് 9,230 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29 രാവിലെ 11-ന്. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നും ജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. മണ്ഡലത്തിൽ സമഗ്രാധിപത്യം പുലർത്തി UDF, LDF വോട്ടുകളിൽ ഇടിവ്. നിർണായക സ്വാധീനമായി PV അൻവർ. സർക്കാരിനെതിരായ ജനവിധിയാണിതെന്ന് കോൺഗ്രസ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം തള്ളി CPIM. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനായെന്ന് BJP.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാളെ ജന്മനാട്ടിലെത്തിക്കും. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് ഇന്നും അയവില്ല. ടെഹ്റാനിലെ നിർണായക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രയേൽ സേന. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.